എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോയിൽ ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരുപാട് പള്ളികളിലെ പുൽക്കൂടുകൾ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ പോയ സമയത്ത് കണ്ട ഒരുപാട് വെറൈറ്റി പുൽക്കൂടുകളാണ് ഇന്ന് നിങ്ങൾക്കിവിടെ ഞാൻ കാണിക്കുന്നത്. ഞങ്ങളന്ന് ആദ്യം കാണാനായിട്ട് പോയത് തൃശ്ശൂരിലെ കപ്പൽ പള്ളിയാണ്. അപ്പോൾ ആ കപ്പൽ പള്ളിയുടെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്രിസ്മസിന് ഞാൻ അന്ന് എടുത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അതിനുശേഷം നമ്മുടെ തൃശ്ശൂർ ബോണത്താലയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നീട് ഞങ്ങളുടെ പുത്തൻപടിയ പള്ളിയുടെ പെരുന്നാളിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും മുന്നോട്ട് പോകാനും നല്ല വീഡിയോകൾ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി ഓരോ പള്ളികളിലും ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പുൽക്കൂടുകൾ ഒന്നൊന്നായി കാണാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എൽത്തുരുത്ത് പള്ളിയിലെ പുൽക്കൂടാണ്. എൻ്റെ പെങ്ങളുടെ വീട് എൽത്തുരുത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പള്ളിയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ പുൽക്കൂട് കാണാൻ വന്നതാണ്. ഇനി നമുക്ക് ആ ക്രിസ്മസ് കൂടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അതിനുശേഷം ഞങ്ങൾ പിന്നീട് വന്നത് അരനാട്ടുകര പള്ളിയിലേക്കാണ്. അപ്പോൾ അരനാട്ടുകര പള്ളിയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. പിന്നീട് അതിനുശേഷം തൃശ്ശൂരിലെ പുത്തൻപള്ളിയിലേക്കാണ് വന്നത്. അപ്പോൾ പുത്തൻപള്ളിയുടെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ പുത്തൻപള്ളിയുടെ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് തൃശ്ശൂരിലെ തന്നെ ലത്തീൻ പള്ളിയിലേക്കാണ്. അവിടെ എല്ലാ കൊല്ലവും വളരെ മനോഹരമായ പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും വളരെ മനോഹരമായിട്ട് തന്നെ അവർ പുൽക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം.
ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടായിരിക്കാം ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പുൽക്കൂടി ലത്തീം പള്ളിയിൽ ഒരുക്കാനുള്ള കാരണം. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളും, വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല പള്ളികളിലും വളരെ മനോഹരമായിട്ടുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും അവരുടെ ഒരുപാട് നാളത്തെ അധ്വാനമാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ഈ പുൽക്കൂടുകളായിട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കിയ ആളുകൾക്ക് ഇവിടെ ഒരു നന്ദി പറയുകയാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള കലകൾ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. പല രീതിയിലും പല പുൽക്കൂടുകളും പല പല രീതിയിലാണ് പല പള്ളികളിലും നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പല പള്ളികളിലും പോയിട്ട് പുൽക്കൂടുകൾ കാണാനും അത് ഇങ്ങനെ വീഡിയോയിൽ പകർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനും ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പല പള്ളികളിൽ പോകാനും ഇങ്ങനെ കാണാനുള്ള അവസരം ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ തന്നെ പല പള്ളികളിലെയും പുൽക്കൂടുകൾ കാണാനുള്ള ഒരു അവസരം കൂടിയാണിത്. ലത്തീൻ പള്ളിയിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് പോകുന്നത് ഒല്ലൂർ പള്ളിയിലേക്കാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒല്ലൂർ പള്ളിയിലെ പുൽക്കൂടുകളാണ്. ഒല്ലൂർ പള്ളിയിൽ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മാല ബൾബുകൾ കൊണ്ടുള്ള അലങ്കാരമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അത് ഇവിടുത്തെ ഗ്രൗണ്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും കഴിഞ്ഞ വർഷം ചെയ്തതിനേലും മനോഹരമായിട്ട് തന്നെ ഇക്കൊല്ലവും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒല്ലൂർ പള്ളിയുടെ ഗ്രൗണ്ട് മുഴുവനും ക്രിസ്മസ് ട്രീകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഞാൻ മറ്റൊരു പള്ളിയിലും കണ്ടിട്ടില്ല അത്രയും മനോഹരമായിട്ട് തന്നെ ഇവിടെ
ലൈറ്റുകൾ കൊണ്ടുള്ള ട്രീകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണിത്. ഒല്ലൂർ പള്ളിയിലെ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് മരത്താക്കര പള്ളിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ മരത്താക്കര പള്ളിയിൽ എത്തിച്ചേർന്നു. മരത്താക്കര പള്ളിയിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പള്ളികളിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ പുൽക്കൂടുകൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.